ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1000 സബ്സ്ക്രൈബറും 4000 പബ്ലിക് വാച്ചവേഴ്സും എത്രയും പെട്ടെന്ന് എങ്ങനെ കരസ്ഥമാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു വ്യക്തിക്ക് ഈ വീഡിയോ കാണുക മൂലം തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം അവരുടെ എയിം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. 1000 സബ്സ്ക്രൈബറും 4000 പബ്ലിക് വാച്ചവേഴ്സും എത്രയും പെട്ടെന്ന് കരസ്ഥമാക്കണം. അതാണ് എൻ്റെ എയിം, അതാണ് എൻ്റെ ടാസ്ക്, അതാണ് എൻ്റെ ഫോക്കസ് ചെയ്യുന്ന എല്ലാ ഘടകങ്ങളും അത് തന്നെയാണ്. കാരണം തുടക്കത്തിൽ നമ്മളും ഇങ്ങനെ തന്നെയാണ്. ഏതൊരു മില്യൺ സബ്സ്ക്രൈബ്സ് ഉള്ള ഒരു വ്യക്തിയും തുടക്കത്തിൽ ഇങ്ങനെ തന്നെയാണ്. ചാനൽ തുടങ്ങിയതും അദ്ദേഹം ആ ഗ്രാഫ് പോയി നോക്കും. ഈ പറയുന്ന ഞാനും അങ്ങനെ തന്നെയാണ്. ചാനൽ തുടങ്ങി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എത്ര വാച്ചവേഴ്സ് കയറുന്നുണ്ട്, അതിലെത്ര സബ് കയറുന്നുണ്ട്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ആളുകൾ വരുന്നുണ്ടോ. കാരണം അതൊക്കെ ഒരു മോട്ടിവേഷൻ ആണ്. ഇത്തരത്തിൽ സബ് കയറുക, വീഡിയോയ്ക്ക് ലൈക്ക് കിട്ടുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാനത് അധികം പറയാറില്ല ലൈക്ക് ചെയ്യണമെന്ന്. കാരണം നിങ്ങളെല്ലാവരും കണ്ടൻറ്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ആളുകളാണ്. എൻ്റെ വീഡിയോ കാണുന്നതിൽ 90% പേരും അത്തരത്തിലുള്ള ആളുകൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ലൈക്കും സബ് ചെയ്യാനൊക്കെ വെറുതെ പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. കാരണം ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അറിയാം സബിൻ്റെ വാല്യൂ എത്രയാണ്, ലൈക്കിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നിരന്തരം പറയാത്തത്. വീഡിയോകളിലൊന്നും എൻ്റെ എല്ലാ വീഡിയോ നോക്കിക്കോളൂ, അധികം സബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, തുടക്കത്തിൽ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നൊന്നും ഞാൻ പറയാറില്ല. കാരണം നിങ്ങളൊരു കണ്ടൻറ്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, തുടക്കത്തിൽ നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ് കിട്ടാൻ വേണ്ടിയിട്ടും വാച്ചവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ പരവേശം കൊള്ളുന്നതായിരിക്കും. ഓക്കെ, അത് നമ്മൾ അതിനു വേണ്ടി ഒരുപാട് വീഡിയോസ് കാണും. അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യും, എൻ്റെ ചാനലൊന്ന് നോക്കണേന്നൊക്കെ. അതൊന്നും സ്ഥായി അവിടെ നിൽക്കുന്നതല്ല, ആരും വരുന്നതല്ല. അങ്ങനെ വന്നാൽ കഴിഞ്ഞാൽ കൂടി സബ് ആഗ്രഹിച്ച് വരുന്നവരായിരിക്കും. അപ്പോൾ അതെന്താണ്, നമ്മുടെ വീണ്ടും വീഡിയോസ് ഇടുമ്പോൾ അത് കാണണം എന്നുള്ള ആളുകളായിരിക്കില്ല. തുടക്കത്തിൽ നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് നമ്മൾ ഷെയർ ചെയ്യാണ് പതിവ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളവരോട് ആദ്യം പരിചയപ്പെടുത്തും. അപ്പോൾ അവരോട് സബ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഒരു 10 സബ്ബൊക്കെ നമ്മുടെ ഫാമിലി അംഗങ്ങളോട് കൂടിയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടണം എന്നുള്ള രീതിക്ക് അവരോട് കൊടുക്കും. അവരെല്ലാവരും നമ്മുടെ ആളാണ്, നമ്മുടെ പയ്യനാണ് എന്നൊക്കെ വിചാരിച്ച് അവർ നമുക്ക് സബ് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് വല്ല വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. എനിക്കൊക്കെ ഞാൻ തുടക്കത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് 200 ആളുകളുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ നമ്മളെക്കുറിച്ച് അറിയുന്നവരും അറിയാത്തവരൊക്കെ ആ വീഡിയോ കാണുന്നുണ്ട്. വ്യൂസൊക്കെ നന്നായി വന്നിട്ടുണ്ട്. പക്ഷേ സബ് കിട്ടിയത് 5 സബ്ബേ കിട്ടിയിട്ടുള്ളൂ. കാരണം എന്താ അറിയോ, നമ്മൾ യൂട്യൂബിനെ കുറിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ യൂട്യൂബിനെ കുറിച്ച് പറയുമ്പോൾ അവർക്കത് ആഗ്രഹമില്ല. എന്താണ്, അവർക്ക് തുടർന്നും ആ വീഡിയോ കിട്ടേണ്ട ആവശ്യമില്ല. കാരണം അവർ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ആ ഒരു അപ്ഡേറ്റും യൂട്യൂബിൻ്റെ അപ്ഡേറ്റ്, യൂട്യൂബിൽ ആഡ്സൻസിൻ്റെ കാര്യങ്ങളും ഇതൊന്നും അവർക്ക് അറിയണ്ട. അവർ എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷേ അത് നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതേപോലെയാണ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ടൻറ്റ് എന്താണോ അതുമായി ബന്ധപ്പെട്ട് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഷെയർ ചെയ്യുക. ഇത് എന്തായാലും മനസ്സിലുണ്ടായിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇനാക്റ്റീവായിട്ടുള്ള സബ് കിട്ടും. ഇനാക്റ്റീവായിട്ടുള്ള സബ് കിട്ടിയിട്ട് യാതൊരു ഗുണവുമില്ല. ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയ ശേഷവും ഇതുപോലെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഇനാക്റ്റീവായിട്ടുള്ള സബ്ബോ അങ്ങനെയൊക്കെ കിട്ടിയിട്ട് ഒരു പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെയുള്ള പ്രയോജനമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഷെയർ ചെയ്യാം. എങ്ങനെ അറിയോ, ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടൻറ്റ് എന്താണോ അതുമായി ബന്ധപ്പെട്ട് വലിയ ചാനലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ആ ഒരു ചാനലുകാർ എന്തായാലും ഇൻസ്റ്റാഗ്രാമൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, ഫേസ്ബുക്ക് പേജൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെയെല്ലാം പോയി അവരുടെ ഫോളോവേഴ്സ് നോക്കുക. അപ്പോൾ ആ ഫോളോവേഴ്സിലൊക്കെ പോയിട്ട് കുറച്ച് എന്തായാലും സമയം മെനക്കേടുണ്ട്. അല്ലാണ്ട് വെറുതെ കിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ തുടക്കക്കാരായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ 4 ആൾ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലൊക്കെ ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മളും ചെയ്ത് തന്നെയാണ് തുടക്കത്തിലൊക്കെ ഈ സബ് കിട്ടാൻ വേണ്ടി. കാരണം നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തീർച്ചയായിട്ടും കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവരായിരിക്കും യൂട്യൂബിൽ ഉണ്ടാവുക. അപ്പം നമ്മളും അതുമായി ബന്ധപ്പെട്ട് ആളുകളെ ഇത്തരത്തിൽ ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോന് പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നാൽ ഞാൻ ഇപ്പോഴും പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കാറുണ്ട്. കാരണം നമ്മുടെ ഫാമിലിക്ക് അത് പെട്ടെന്ന് ഉപകാരമാകണം. കാരണം നമ്മുടെ ഫാമിലി എന്നിൽ വിശ്വാസമുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ അത് ആ ഒരു വിശ്വാസത്തെ നിലനിർത്തുക എന്ന് പറയുന്നത് എൻ്റെ കടമയാണ്. ഓക്കെ, അതേപോലെ തന്നെയായിരിക്കണം ഏതൊരു കണ്ടൻറ്റ് ക്രിയേറ്ററും. നമ്മുടെ ആ ഒരു ഫാമിലിയെ നമ്മളുടെ മേലെ ഒരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അവർ നമ്മളോട് എല്ലാ കാര്യങ്ങളും കമൻറ്റായി ചോദിക്കാറും നമ്മുടെ ഫാമിലിയിൽ കൂട്ടായി നിൽക്കുന്നതും. അതേപോലെ തന്നെ നിങ്ങൾ അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ, നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാണും എന്നുള്ള ആ ഉറപ്പുള്ള വ്യക്തികളോട് ഷെയർ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജെനുവിനായിട്ടുള്ള സബ് കിട്ടുന്നതായിരിക്കും. കാരണം അതേ കണ്ടൻ്റ് ആണല്ലോ, നിങ്ങളുടെ സെയിം കണ്ടൻ്റാണ് അവരും ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കണ്ടൻറ്റ് കാണുന്ന വ്യക്തി നിങ്ങളുടെ ചാനലിലേക്കും കിട്ടുമെന്നുള്ളതാണ്. അതൊരു വഴി മാത്രമാണ്. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ വീഡിയോയുടെ താഴെ പോയിട്ട് സബിനും മറ്റുള്ള ഞാൻ കൂട്ടാവാം ഇങ്ങനെ പറയാതിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വഴി, സബ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ
നല്ലൊരു വഴി എന്ന് പറയുന്നത് ആ ചാനലിൽ ഇപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ കണ്ടന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള വലിയ ചാനൽ ഉണ്ടാവും, അതിൽ എല്ലാ കമൻറ്റിനും ആ ഒരു വ്യക്തിക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിച്ചൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണ്, നിങ്ങൾ ആ കമൻറ്റൊക്കെ പോയി നോക്കുക. അപ്പോൾ ഒരു ചോദ്യം അവിടെ ചോദിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ആ ഒരു റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അതേ സെയിം കണ്ടന്റ് ഉള്ള ആളാണല്ലോ. അപ്പോൾ ആ ഒരു ചോദ്യത്തിനനുസരിച്ചുള്ള ആൻസർ കൊടുക്കുക. അങ്ങനെ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി സ്വാഭാവികമായിട്ടും എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ ചാനൽ ഏതാണ് എന്ന് നോക്കി കാണട്ടെ എന്നുള്ള രീതിക്ക് നോക്കുകയും നിങ്ങളുടെ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ സബ് ചെയ്തില്ലെങ്കിൽ കൂടി പിന്നീട് നിങ്ങൾ വീഡിയോസ് പബ്ലിഷ് ചെയ്യുമ്പോൾ അവരുടെ ബ്രൗസർ ഫീച്ചറിൽ നിങ്ങളുടെ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതൊരു ഓർമ്മപ്പെടുത്തൽ പോലെ ആ ഒരു വീഡിയോ വരികയും തീർച്ചയായിട്ടും ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ ചെയ്യാൻ നോക്കുക, എന്ത് വാല്യുബിൾ ആയിട്ടുള്ള ആൻസർ കൊടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ നല്ലൊരു എന്താണ് കമൻറ്റ് വന്നിരിക്കുന്നത് അതിനനുസരിച്ചുള്ള റിപ്ലൈ കൊടുക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ സബ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വാച്ച് ടൈമിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഒരുപാട് പേര് ടാസ്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ ടാസ്ക് ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ നമ്മൾ ടാസ്ക് ചെയ്ത് വഞ്ചിക്കപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടാസ്കിനെ പ്രൊമോട്ട് ചെയ്യാത്തത്. ടാസ്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും പെൻഡിങ് ആവും. കുട്ടികളെ നോക്കുന്ന അമ്മമാരും ഉമ്മമാരൊക്കെ ആണെങ്കിൽ അവരെ കറക്റ്റായി നോക്കാൻ സാധിക്കില്ല. കാരണം എന്താ പറയുക, ടാസ്ക് ചെയ്യണം. ഇവിടെ 20 മിനിറ്റ് ആയോ ആ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്യണം, എൻ്റെ വരാറായോ, എൻ്റെ ചാൻസ് ആവാറായോ, ഇനി ഇത് എത്രാമത്തെ 33ാമത്തെ ആണല്ലോ ഞാൻ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ നോക്കി ആകെ പ്രോബ്ലമാണ്. അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ മൊത്തം ടാസ്ക്കാണ്. ഈ ടാസ്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഈ കൊള്ളാത്ത വീഡിയോ ആയിരിക്കും അതടക്കം കണ്ടിരുന്ന് ടാസ്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. എന്നിട്ട് അതിൻ്റെ താഴെ നല്ലൊരു കമൻറ്റ് ചെയ്യേണ്ടി വരും, ആ ഗുഡ് വീഡിയോ, ബെസ്റ്റ് വീഡിയോ എന്ന്. കാരണം എന്താ പറയുക, അങ്ങനെ ചെയ്താലേ അവർ നമ്മുടെ വീഡിയോയിലും വന്ന് ടാസ്ക് ചെയ്ത് ഇത്തരത്തിൽ നല്ല അഭിപ്രായം പറയുകയുള്ളൂ. അത് മനഃപൂർവ്വം നമ്മൾ ഇരുന്ന് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ടാസ്ക് ചെയ്ത് വഞ്ചിക്കപ്പെടാതിരിക്കുക. ടാസ്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് വാങ്ങലും ആകുമ്പോൾ നിങ്ങളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയാലും ഈ വ്യക്തികളൊന്നും നിങ്ങളുടെ ചാനലിലേക്ക് വരുന്നതല്ല. ഇത് എന്തായാലും മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ പറയട്ടെ, നിങ്ങളുടെ ചാനലിൽ 200 പേരുണ്ട്, ജെനുവിനായിട്ട് 200 പേരുണ്ടെങ്കിൽ അവർ കാണുന്ന രീതി നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്താൽ ആ 200 പേര് കാണുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പുതുതായിട്ട് വരുന്ന ആളുകളെ, ന്യൂ യൂട്യൂബറിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് വരുന്നതായിരിക്കും. നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടുക, ഈ ടാസ്ക് ചെയ്യുന്ന സമയം ഉണ്ടെങ്കിൽ നല്ല നല്ല കണ്ടന്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഈ ടാസ്ക് പരമാവധി ഒഴിവാക്കുക. കാരണം എന്താ പറയുക, ടാസ്ക് ചെയ്യുമ്പോൾ കണ്ടന്റ് ആലോചിക്കാനുള്ള ചിന്ത പോലും അവിടെ ഉണ്ടാവില്ല. കാരണം എന്താണ്, ഇവിടെ ടാസ്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇങ്ങനെയൊക്കെ ടാസ്ക് ചെയ്തിട്ടും സബ്ബൊക്കെ പോയി പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ 1000 സബ് 4000 വാച്ച് അവേഴ്സും ആയി എന്ന് വെക്കുക. ഇങ്ങനെ ആയാലും ഒരു $100 മിനിമം ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു മാസത്തെ പൈസ എന്ന് പറയുന്നത് വരുള്ളൂ. $100 ആക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്ത വ്യക്തികൾ, ജെനുവിൻ സബ്ബല്ല, ജെനുവിൻ വാച്ച് അവേഴ്സ് അല്ല, വാച്ച് അവേഴ്സ് അവിടെ നിൽക്കട്ടെ, ജെനുവിൻ സബ് അല്ലെങ്കിലാണ് ഈ ഒരു പ്രോബ്ലം ഏറ്റവും കൂടുതൽ ബാധിക്കുക. വാച്ച് അവേഴ്സ് ഇപ്പോൾ ചില ചാനൽ, ഇപ്പോൾ ഞാനൊരു ഡോക്ടറിൻ്റെ ചാനൽ ഇവിടെ കാണിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ജെനുവിൻ സബ്ബാണ്, അദ്ദേഹത്തിന് ജെനുവിൻ സബ്ബായിട്ട് വാച്ച് അവേഴ്സിന് കുറച്ച് കുറവുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു, ചെറിയൊരു പേയ്മെൻറ്റിൻ്റെ രീതിയിൽ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ എന്താണ് ജെനുവിൻ വ്യൂസാണ് വരുന്നത്, 3K 4K വ്യൂസൊക്കെ ഇങ്ങനെ ജെനുവിനായിട്ട് വീഡിയോ ഇടുമ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആക്കണം. അദ്ദേഹത്തിന് പെട്ടെന്ന് വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആക്കിയാൽ പിന്നെ അദ്ദേഹത്തിന് ആ ഒരു $1 ഇൻക്രീസ് ആകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നതായിരിക്കും. അങ്ങനെയുള്ള ചാനൽ ഓക്കെ, വാച്ച് അവേഴ്സ് വാങ്ങുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ വാച്ച് അവേഴ്സ് വാങ്ങുന്നതിനെ കുറിച്ചും ഇതിലൂടെ പറയണം എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ഒരുപാട് പേര് വേഗം കൊണ്ട് പൈസ കൊട്ടുകയാണ്. പൈസ അങ്ങനെ കൊട്ടാനുള്ളതല്ല, നിങ്ങൾ കഷ്ടപ്പെടാണ്ട് ₹1 പോലും നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, ഈ വാച്ച് അവേഴ്സൊക്കെ വാങ്ങുന്നവരോട് അവരുടെ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ 1-2 പേരിനെ ഇങ്ങനെ പിന്തിരിപ്പിച്ച് വിട്ടിട്ടുണ്ട്. എനിക്കെന്താണ്, ക്യാഷ് വാങ്ങിയിട്ട് സുഖമായിട്ട് വാച്ച് അവേഴ്സും സബ്ബും ഒക്കെ ആക്കി കൊടുക്കാൻ കഴിയും, വ്യൂസ് വേണമെങ്കിൽ വ്യൂസും കൂട്ടി കൊടുക്കാൻ കഴിയും, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, അതിനുള്ള ആളുകളുണ്ട്, നമുക്ക് സൂപ്പറായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ക്യാഷ് എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്നതല്ല, അത് സമ്പാദ്യത്തിലൂടെ ഒരുപാട് വേർപ്പിൻ്റെ അധ്വാനം തന്നെയാണ് ഈ ഒരു ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവരുടെ ചാനൽ നോക്കുമ്പോൾ 8 വ്യൂസ് 10 വ്യൂസ്, അപ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് $100 കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരു വർഷമായാലും കൂടി കിട്ടില്ല. ഈ ഒരു വ്യൂസ് ഉള്ള ഒരു ചാനൽ കൊണ്ട് നിങ്ങൾ വാച്ച് അവേഴ്സും സബും കംപ്ലീറ്റ് ആയി, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി, എന്നിട്ട് നിങ്ങൾക്ക് $100 ആയില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്യാഷ് മുടക്കിയതിൽ എന്താ ഗുണമുള്ളത്? ഞാൻ എപ്പോഴും പറയുന്നത്, സബും വാച്ച് അവേഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തികൾ തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കണം അറിയോ വാച്ച് അവേഴ്സൊക്കെ വാങ്ങേണ്ടത്, അല്ലെങ്കിൽ സബ്ബൊക്കെ വാങ്ങേണ്ടത്, അവരുടെ ചാനലിൽ നല്ല രീതിയിൽ വ്യൂസ് വരുന്നുണ്ടെങ്കിൽ, ഏകദേശം 500-ന് മേലെയൊക്കെ ഒരു വീഡിയോ ഇട്ടത് 1 മണിക്കൂറിനുള്ളിൽ 500-ന് മേലെയൊക്കെ വ്യൂസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് എല്ലാ കാര്യം കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസ് ചെയ്തോളൂ, നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കും. ഇത് 500 ഇല്ല, 28-20 വ്യൂസ് മാത്രമേ ഉള്ളൂ. വേഗം പോയിട്ട് ഇത്തരത്തിൽ വാച്ച് അവേഴ്സും സബ്ബും, നമുക്ക് ഒരു പണിയുമില്ല, നമുക്കിതൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്, നമുക്ക് ക്യാഷ് വാങ്ങി പോക്കറ്റിലിടാം.
പക്ഷെ അതല്ല, ക്യാഷ് വാങ്ങുന്നതിലല്ല അർത്ഥം. ഇതൊരു വ്യക്തിയോട് നമ്മൾ ഈ ക്യാഷൊക്കെ അവർക്ക് കൊടുത്ത് ഈ വാച്ചവേഴ്സും സബും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ജെനുവിനായിട്ടാണ്, ഒരു ഡ്രോപ്പോ ഒരു കാര്യമില്ല. ജെനുവിനായിട്ട് 100% ഇപ്പോൾ 10-30 പേരുടെ അധികം ചാനലുകൾ മോണിറ്റൈസ് ചെയ്തു. അവരുടെയൊക്കെ ചാനൽ നോക്കി ഇത്തരത്തിൽ വ്യൂസ് കയറുന്നുണ്ട്. ഞാനിപ്പോൾ ഇത്തരത്തിൽ പറയുമ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ നോക്കുക, എനിക്ക് പറ്റുന്നതാണോ എന്നൊന്നും ആരോടും എൻ്റെ അടുത്ത് വരരുത്. കാരണം നിങ്ങൾ എന്നെ ഒന്ന് ഊഹിക്കണം, എനിക്ക് ഈ ചാനൽ കൊണ്ട് വിജയിപ്പിക്കാൻ കഴിയും, എന്നെ കൊണ്ട് സാധിക്കുന്നതാണ്. 500-ൻ്റെ മേലെ വ്യൂസൊക്കെ ഉണ്ട്. ഒരു വീഡിയോ ഇടുമ്പോൾ ഞാൻ കൺസിസ്റ്റൻസി ആയി വീഡിയോ ഇട്ടുകൊണ്ടേ പോകുന്നുണ്ട്, എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തോളൂ, യാതൊരു രീതിയിലും നിങ്ങളുടെ ചാനലിനെ ബാധിക്കുന്നതല്ല. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവനവൻ്റെ കഴിവ് കൊണ്ട് തന്നെ ഈ ഒരു സബും വാച്ചവേഴ്സും നേടാൻ നോക്കുക. പൈസ കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പൈസ കൊടുത്ത് ഇത്തരത്തിൽ എളുപ്പത്തിൽ വാങ്ങാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക. വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങളുടെ ജെനുവിൻ സബ്സ്ക്രൈബേഴ്സ് എത്രയുണ്ടോ അവർ വീഡിയോ കാണുന്നത് മൂലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാച്ചവേഴ്സ് ഇൻക്രീസ് ആവുന്നതായിരിക്കും. വാച്ചവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് 15 മിനിറ്റിൽ കൂടുതൽ 20-30 മിനിറ്റൊക്കെ വീഡിയോസ് ഇടുന്നത് അത് അബദ്ധമാണ്. നിങ്ങളുടെ കണ്ടൻറ്റ് എത്രയാണോ, നിങ്ങളുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി അതുപോലെ ക്വാണ്ടിറ്റി എത്രയാണോ അത് മാത്രം പ്രൊവൈഡ് ചെയ്യുക. ഏകദേശം 5 മിനിറ്റോ 10 മിനിറ്റോ ഉള്ളൂ ആ വീഡിയോ, അതിന് വലിച്ചു നീട്ടി 10-20 മിനിറ്റ് ആക്കിയിട്ട് യാതൊരു ഗുണവുമില്ല. കാരണം ആ 10 മിനിറ്റ് വരെ കണ്ടിട്ട് അവർ ബോറടിച്ച് നിർത്തിയിട്ട് പോകും എന്നുള്ളതാണ്. ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് വീഡിയോ നല്ല ക്വാളിറ്റിയിൽ നല്ല ക്വാണ്ടിറ്റിയോടുകൂടി നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ആ നേരം വരെ വീഡിയോസ് ഓഡിയൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഓഡിയൻസ് റിട്ടൻഷൻ വർദ്ധിക്കുകയും അതിൽ കൂടുതൽ യൂട്യൂബ് തന്നെ കൂടുതൽ ആളുകളുടെ മുന്നിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതുമായിരിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് ജെനുവിനായിട്ടുള്ള സബും കിട്ടും, അതുപോലെ വാച്ചവേഴ്സും കിട്ടും. ഇങ്ങനെയാണ് വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം കാര്യങ്ങൾ കൊടുത്തുകൊണ്ടേ മുന്നേറുക. അതിന് പറ്റിയ ഓഡിയൻസ്, അത് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി ആയിട്ട് വരും. ഓക്കെ, ഇത് തന്നെയാണ് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ജെനുവിനായിട്ട് നിങ്ങൾക്ക് സബും കിട്ടും, വാച്ചവേഴ്സും കിട്ടും. പകുതി കണ്ട് ചാനൽ ഇട്ടിട്ട് പോകുകയല്ല വേണ്ടത്. എന്നെക്കൊണ്ട് സാധിക്കും. ഒരുപാട് പേര് കളിയാക്കലുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ കളിയാക്കും. ആ കളിയാക്കിയവർ നമ്മുടെ വിജയം കണ്ടിട്ട് വീണ്ടും അവർ ചാനൽ തുടങ്ങും. അവർ ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ പിന്നാലെ വരും, ഒന്ന് പ്രൊമോട്ട് ചെയ്യണം, ഒന്ന് പറയണം, കമ്മ്യൂട്ടാബിൽ ഇടറ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ വരുത്താൻ എങ്ങനെയാണ്, നമ്മൾ അന്ന് മടിച്ച് നിൽക്കാതെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരുന്നു. കളിയാക്കലുകളൊക്കെ ഇതിൽ കൂടെ വിട്ടു. നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തു. യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നന്നായി ഫോക്കസ് ചെയ്തു. എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടേ പോകുന്നുണ്ട്, എന്നെക്കൊണ്ട് സാധിക്കും, വിജയിക്കും എന്നുള്ള ആ ഒരു ധാരണ നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിൽ വർക്ക് ചെയ്തത്. ഓക്കെ, ഇത് തന്നെയാണ് യൂട്യൂബിൻ്റെ വിജയമന്ത്രം എന്ന് പറയുന്നത്. യൂട്യൂബിൽ കണ്ടൻറ് ക്രിയേറ്റർ ആയിട്ടുള്ള ഓരോ വ്യക്തികളും വിജയിക്കുന്നത് ഈ ഒരു വിജയമന്ത്രം കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ള കരുതലോടുകൂടി വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.